യേശുവിൽ സ്നേഹം നിറഞ്ഞ ലുമീനിയസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഒരു സാധാരണ ദിവസം ഒരു സാധാരണ സ്ഥലത്ത് സാധാരണ വ്യക്തികളിലൂടെ അസാധാരണമായ രീതിയിൽ ദൈവം തൻ്റെ പുത്രനെ അയച്ച് നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയ മഹനീയ ദിവസമാണ് ക്രിസ്തുമസ്. ഏവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടു കൂടെ നേരുന്നു. നാടും നഗരവുമെല്ലാം എല്ലാവിധത്തിലും ക്രിസ്തുമസിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. നക്ഷത്രങ്ങൾ ഭവനത്തിനു മുമ്പിൽ തൂക്കിയും പുൽക്കൂട് നിർമ്മിച്ചും പരസ്പരം ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സന്ദേശമറിയിച്ചും നാം എല്ലാവരും ക്രിസ്തുമസിനായിട്ട് ഒരുങ്ങി. ആദ്യ ക്രിസ്തുമസിന് ഒരുങ്ങിയ യൗസേപ്പ് പിതാവും മാതാവും കടന്നുപോയ ചില വഴികളുണ്ട്. തൻ്റേതല്ലാത്ത കാരണത്താൽ പിതൃത്വം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു പിതാവിൻ്റെ ആശങ്കകളെല്ലാം യൗസേപ്പ് പിതാവിന് ആദ്യം ഉണ്ടായിരുന്നു. തൻ്റെ കുഞ്ഞിന് ജനിക്കാനായി ഒരു സത്രം പോലും കണ്ടെത്താനാവാത്ത ഒരു വ്യക്തിയാണല്ലോ എൻ്റെ ഭർത്താവ് എന്ന് ചിന്തിക്കേണ്ടി വരുന്ന അവസ്ഥ പോലും പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. മാനുഷികമായ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ തീർത്തും നരകതുല്യമായ ഒരുക്കവും അതിനുവേണ്ടിയുള്ള യാത്രയും. ഫ്രാൻസിസ് മാർപ്പാപ്പ പിതൃഹൃദയത്തോട് എന്ന തൻ്റെ അപ്പസ്തോലിക ലേഖനത്തിൽ പറയുന്നത്, ശിശുവിനെയും അമ്മയെയും രക്ഷിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത യഥാർത്ഥ അത്ഭുതമായിരുന്നു യൗസേപ്പ് പിതാവ് എന്നാണ്. പരിശുദ്ധ അമ്മയെ ഈ ദൈവിക പദ്ധതിക്ക് ദൈവം ഒരുക്കിയത് അമലോത്ഭവയായി ജനിക്കുവാനുള്ള വലിയൊരു ആനുകൂല്യം കൊടുത്തുകൊണ്ടാണ്. യൗസേപ്പ് പിതാവിന് അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് കിട്ടിയിട്ടില്ല. സഭാപിതാക്കന്മാരായ ഒരിജിനും ജെറോമും പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. യൗസേപ്പ് പിതാവിന് യെശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം വ്യക്തമായി അറിയാമായിരുന്നു എന്നതാണ്. ആ വാക്യം ഇതാണ്: അതിനാൽ കർത്താവ് തന്നെ നിനക്കൊരടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെട്ടു. അതുപോലെ മറിയം ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവളാണെന്നും യൗസേപ്പ് പിതാവിന് ഉറപ്പായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെയാകാം യൗസേപ്പ് പിതാവ് ഈ ഒരു വലിയ ദൗത്യത്തിന് ഞാൻ യോഗ്യനല്ല എന്നുള്ള മനോഭാവമായിട്ട് ആദ്യം നിന്നത്. ദൈവിക പദ്ധതിക്ക് മുമ്പിൽ യോഗ്യനല്ല എന്ന് പറയുക തൻ്റെ എളിമയെ കാണിക്കുന്നൊരു പ്രവൃത്തിയാണ്. ഇതാണ് യൗസേപ്പ് പിതാവിൻ്റെ മഹത്വമെന്ന് തോന്നുന്നു. സ്വയം ചെറുതാവുകയാണ് ചെയ്യുന്നത്. ദൈവിക പദ്ധതിക്ക് മുമ്പിൽ സ്വയം ചെറുതായത് കൊണ്ടാകാം ചെറിയ പുൽക്കൂടിന് മുമ്പിൽ, സ്വയം ശൂന്യമായി ജനിച്ചവന് മുമ്പിൽ, ദൈവം തന്ന പരിമിതികൾക്ക് മുന്നിൽ, ലോകം തന്ന വെല്ലുവിളികൾക്ക് മുന്നിൽ മറിയത്തോടൊപ്പം സന്തോഷത്തോടുകൂടെ ഉണ്ണീശോയുടെ ജനനത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ആദ്യ ക്രിസ്തുമസിൽ യൗസേപ്പ് പിതാവ് നമുക്ക് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. ദൈവത്തിന് മുമ്പിൽ എളിമയോടെ നിൽക്കുന്നവൻ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ എളിമയോടെ നിൽക്കുന്നവൻ, അവന് ലോകം വച്ച് നീട്ടുന്ന ഏതു വെല്ലുവിളികൾക്കും, ലോകം അവനെ ചെറുതാക്കിയാലും അവനെ താഴ്ത്തിയാലും സന്തോഷത്തോടുകൂടി അവൻ നിൽക്കും എന്നുള്ള വലിയ സന്ദേശം ആദ്യ ക്രിസ്തുമസിൽ യൗസേപ്പ് പിതാവ് നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്. വീണ്ടും പരിശുദ്ധ അമ്മ ആദ്യ ക്രിസ്തുമസിൻ്റെ രാത്രിയിൽ കടന്നു പോകുന്ന ചില സങ്കടങ്ങളുണ്ട്. മാനുഷികമായ കണ്ണുകളോട് നോക്കുകയാണെങ്കിൽ തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ പോലും ഒരു സത്രം കണ്ടെത്താൻ പറ്റാത്ത കഴിവ് കെട്ടവനാണോ എൻ്റെ ഭർത്താവ് എന്ന്. യൗസേപ്പ് പിതാവിനെ സംബന്ധിച്ച് ഭർത്താവ് എന്ന രീതിയിൽ തീർത്തും പരാജയപ്പെട്ട ഒരു സമയമാണ്. ജി കടുപ്പാറയച്ചൻ്റെ ക്രിസ്തുമസ് വിചിന്തനങ്ങൾ അടങ്ങിയ ഒരു പുസ്തകത്തിൽ അദ്ദേഹം കുറിക്കുന്ന ഒരു വാക്യമുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച്. അവൾ തൻ്റെ ഭർത്താവിൻ്റെ നിസ്സഹായ അവസ്ഥയോട് പൂർണ്ണമായും സഹകരിച്ചു എന്നാണ് പറയുക. സ്വന്തം ഭർത്താവിൻ്റെ നിസ്സഹായ അവസ്ഥയോട് സഹകരിച്ചപ്പോഴാണ് പുൽക്കൂട് സ്വർഗീയ ആനന്ദമായി മാറിയത്. മറ്റൊരു വാക്യത്തിൽ പറയുകയാണെങ്കിൽ, ജീവിത പങ്കാളിയുടെ നിസ്സഹായ അവസ്ഥയോട് പരിശുദ്ധ അമ്മ സഹകരിച്ചപ്പോഴാണ് ആദ്യ ക്രിസ്തുമസ് ഉണ്ടായത് എന്നുള്ളതാണ്.
പ്രിയപ്പെട്ടവരെ, വർത്തമാന കാലഘട്ടത്തിലെ കുടുംബങ്ങളിലേക്കൊക്കെ ഒന്ന് കടന്നു നോക്കുന്നത് നല്ലത്. ജീവിത പങ്കാളിയുടെ നിസ്സഹായതയോട് നാം സഹകരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലത്. പലപ്പോഴും നിസ്സഹായ അവസ്ഥയോടെ ജീവിത പങ്കാളികളൊക്കെ കടന്നു പോകുമ്പോൾ അവിടെ വെച്ച് ജീവിതം അവസാനിപ്പിക്കുകയും ആ ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന വർത്തമാന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുക. പ്രായമായവരുടെയൊക്കെ നിസ്സഹായത മനസ്സിലാക്കാതെ അവരെ വേദനിപ്പിക്കുകയും അവരെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കുകയും അവരോട് കുത്തുവാക്കുകൾ പറയുകയും ചെയ്യുന്ന മക്കളും മരുമക്കളുമുള്ള കാലഘട്ടത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, അവിടെ ക്രിസ്തുമസ് ഒരു ആനന്ദം കൊടുക്കുന്നില്ല, ഒരു ആഘോഷം മാത്രമായിട്ട് മാറുകയാണ്. മാതാപിതാക്കളുടെ നിസ്സഹായത മനസ്സിലാക്കി മക്കൾ മാതാപിതാക്കളോട് സഹകരിക്കുമ്പോഴാണ് ആ കുടുംബത്ത് ആനന്ദമുണ്ടാവുക. ഈ 2023 ക്രിസ്തുമസും നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്. പ്രിയപ്പെട്ടവരുടെ നിസ്സഹായതയോട്, അത് ജീവിത പങ്കാളി ആയിക്കൊള്ളട്ടെ, പ്രായമുള്ള മാതാപിതാക്കളായിക്കൊള്ളട്ടെ, നമ്മൾക്ക് വേണ്ടപ്പെട്ടവരായിക്കൊള്ളട്ടെ, അവരുടെ നിസ്സഹായതയോട് സഹകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ഭവനങ്ങളുമൊക്കെ ആനന്ദം കൊണ്ട് നിറയുന്നതും. അപ്പോഴാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ദൈവത്തിന് മുമ്പിൽ മനോഹരമായി തീരുന്നത്. ക്രിസ്തുവിൻ്റെ ഈ ജനനത്തിൽ അസ്വസ്ഥനാകുന്ന ഒരു ഭരണാധികാരിയുണ്ട്. ഹെറോദേസ് രാജാവാണത്. പൗരസ്ത്യദേശത്തു നിന്ന് ജ്ഞാനികൾ വഴിയറിയാതെ ചെല്ലുന്നത് അവൻ്റെ കൊട്ടാരത്തിലേക്ക്. അവനെ കണ്ടതിന് ശേഷം ഹെറോദേസ് ഭരണാധികാരി പറയുന്ന ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാൻ ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. ഹെറോദേസിൻ്റെ ലക്ഷ്യം അവനെ വധിക്കുക എന്നതായിരുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. അയൽക്കാരനോട് സൗഹൃദമായി സംസാരിക്കുമ്പോഴും അവർ തങ്ങളുടെ ഹൃദയത്തിൽ കെണിയൊരുക്കുകയാണ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഭാരത ക്രിസ്ത്യാനികളെല്ലാം തിരിച്ചറിയേണ്ട വലിയൊരു സത്യം ഇതാണ്. സൗഹൃദപൂർവം നമ്മളോട് ഇടപെടുമ്പോഴും ഹൃദയത്തിൽ നമ്മളെ കെണിയിൽ വീഴ്ത്തുവാനായിട്ടുള്ള പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഹെറോദേസുമാരെല്ലാം. സഭയ്ക്കുള്ളിൽ അനൈക്യത്തിൻ്റെ സ്വരങ്ങൾ ഉയരുമ്പോൾ പുറത്തുനിന്നുള്ള വെല്ലുവിളികൾ കാണാതെ നാം പോവുകയാണ്. അതുകൊണ്ട് 2023 ക്രിസ്തുമസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. കെണിയൊരുക്കുന്നവരെ തിരിച്ചറിയുക. ഉണ്ണീശോയുടെ ജനനത്തിൽ ഭരണാധികാരി അസ്വസ്ഥനായെങ്കിൽ ക്രിസ്ത്യാനികളുടെ വളർച്ചയിൽ ഇന്ന് ഇന്ത്യയിൽ പലരും അസ്വസ്ഥരാകുന്നുണ്ട്. അവർ നമ്മളോട് സ്നേഹത്തോടു കൂടെ നിൽക്കുന്നുണ്ട്, പക്ഷേ കെണിയൊരുക്കാനായിട്ട് നോക്കി നിൽക്കുകയാണ്. നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ കാരണം നമ്മളിത് മനസ്സിലാകാതെ പോവുകയല്ലേ എന്ന് ഞാനും ആശങ്കപ്പെടുകയാണ്. അതുകൊണ്ട് 2023 ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാമും തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മുടെ വളർച്ചയിൽ അസ്വസ്ഥരാകുന്ന ഭരണാധികാരികൾ നമുക്ക് ഉണ്ട് എന്നുള്ളത്. ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.